Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, Jinsi. പ്രയർ ആരാ ചെയ്യുന്നേ? പ്രയർ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരാള് പ്രയർ ചെയ്യൂ കേട്ടോ. ആരാ ചെയ്യുന്നേ? ആരുമില്ലേ? റെഡി അല്ലേ? ഞാൻ ചൊല്ലാം. ആരാണ്? അനി. ഓക്കെ, ചെയ്തോളൂ. അനി. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരുടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരുടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും. താങ്ക് യു മാം. ഞാൻ 2 ദിവസമായി പ്രയർ ഇങ്ങനെ മനസ്സിൽ വന്നിരിക്കുന്നു. ഇപ്പൊ അനിമ പാടിയ പ്രയർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഡേയിൽ ഏതെങ്കിലും ഞാനൊന്ന് പ്രയർ ചെയ്യാട്ടോ നിങ്ങൾക്ക് പറയാം. ഭയങ്കര ഇഷ്ടമുള്ള പ്രയർ സോങ് ആണ് പാടിയത് അനിമ. ഞാൻ പാടിത്തരാം കേട്ടോ. 2 ദിവസമായി ഞാനിപ്പോ പാട്ട് ചെയ്യുമ്പോൾ കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ അത് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത്, അതായത് ഞാൻ സെമിനാർ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സുജാതയെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു പേര് സി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സെമിനാർ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ് മാം. സിയുടെ സബ്ജക്ട് എനിക്ക് തോന്നുന്നു ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്, അതല്ലേ? യൂസ് ഓഫ് ദ ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്, അതല്ലേ? അല്ല, വിഡ്രോവൽ രജിസ്റ്ററും ഡാറ്റ എൻട്രി ഓഫ് സ്റ്റുഡൻസ് റെക്കോർഡ് ഇൻ കമ്പ്യൂട്ടർ ആണല്ലേ?
എനിക്ക് റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ് സർവീസ് ബുക്ക്, അതുപോലെ ടീച്ചേഴ്സ് ഡയറി. ഞാൻ എവിടം വരെയായിരുന്നു എടുത്തേ? നേച്ചർ ഓഫ് ക്യുമുലേറ്റീവ് റിപ്പോർട്ട് കാർഡ് ഇല്ലേ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, 8ാമത്തെ പോയിന്റ് സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്സ് വരെയാണ് എടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നത്. എടുത്തിരുന്നിട്ടുണ്ടായിരുന്നു അല്ലെ. മുബീനയ്ക്കാണ് റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ് അല്ലേ? അതെ മാം. അതും സർവീസ് ബുക്കും അല്ലേ? അതെ അതെ. മുബീന റെഡി അല്ലേ ചെയ്യാനായിട്ട്? ഞാൻ മാം സെമിനാർ ആയിട്ട് എഴുതിയിട്ടില്ല, അത് ജസ്റ്റ് പോയിന്റ്സ് എഴുതിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് സമയം കിട്ടിയില്ല. മോന് പനിയൊക്കെ. ഓക്കെ, മനസ്സിലായ കാര്യം ജസ്റ്റ് എന്ത് ചെയ്യാ പറയാ, സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ ഓക്കെ. മുബീന ഇനിഷ്യൽ എന്ന് പറയാമോ? ഇനീഷ്യല് KV. ഓക്കെ. പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം, ഒരു മിനിറ്റ്. മേജർ സ്കൂൾ റെക്കോർഡ്സിൽ വരുന്നതാണ് റിപ്പോർട്ട്സ് ടു ദ പാരന്റ്സ്. അത് സ്കൂളാവുമ്പം കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള പ്രവൃത്തികളും അതുപോലെ ഹെൽത്ത് കണ്ടീഷൻസ് ആണെങ്കിലും അവരുടെ പാർട്ടിസിപ്പേഷൻ, മറ്റുള്ള പ്രോഗ്രാംസുകളിലൊക്കെയുള്ള പാർട്ടിസിപ്പേഷൻ, അതുപോലെ കോ കരിക്കുലം ആക്ടിവിറ്റീസ്, ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫോർമേഷൻ അടങ്ങിയ ഒരു സമ്മറി ആയിട്ട് ഒരു കാർഡിൽ രേഖപ്പെടുത്തുന്നതാണ് റിപ്പോർട്ട്സ്. ടു ഗെറ്റ് കോപ്പറേഷൻ ഫ്രം ദ പാരൻസ്. ഇതിന് പാരൻസുമായിട്ട് പാരൻസ് ടീച്ചേഴ്സ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിനിടയിൽ നടക്കുന്നത്. റിപ്പോർട്ട്സ് അത് റിപ്പോർട്ട്സ് കൊടുക്കുന്നത് ചിലപ്പം കാർഡിലാക്കിയിട്ട് കുട്ടികളുടെ കൈവശം കൊടുത്തുവിടും. അത് അല്ലെങ്കിൽ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആയിട്ട് ഇത് പ്രസന്റ് ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പം വെബിനാറായിട്ട് അങ്ങനെ ടീച്ചേഴ്സ് പാരൻസ് അറിയിച്ചു കൊടുക്കും. ഇത് പാരൻസിന് കുട്ടികളുടെ എല്ലാം ടീച്ചേഴ്സ് അറിയിച്ചു കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. കുട്ടികളുടെ എല്ലാ ഗ്രോത്തും പോയിന്റ് വൈസ് ആയിട്ട് ഒരു ക്ലാസ്സിലെയും മനസ്സിലാക്കാൻ ഈ റിപ്പോർട്ട്സ് കൊണ്ട് സാധിക്കും. അതുപോലെ പാരൻസിന് കുട്ടികൾ ഏത് ഭാഗത്താണ് വീക്ക് എന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട്സ് പ്രകാരം, ഇപ്പം ചില കുട്ടികൾ അക്കാഡമിക് ആയിട്ട് നന്നായിട്ട് ആക്റ്റീവ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ ആർട്സ്, സ്പോർട്സ് ഇങ്ങനെയുള്ള കാര്യത്തിൽ വീക്ക് ആയിട്ടുണ്ടാവും. അപ്പം അവർക്ക് അതിൻ്റെതായ ചെറിയ ഒരു ഇത് കൊടുത്താൽ അവർ ആ ഭാഗത്തേക്ക് കുറച്ചും കൂടെ നന്നാവും. അപ്പം അത് മനസ്സിലാക്കാനും എല്ലാത്തിനും പാരൻസിന് മനസ്സിലാവും ഈ റിപ്പോർട്ട്സ് പ്രകാരം. അതുപോലെ ടീച്ചേഴ്സിനും ഓരോ കുട്ടികളുടെ സ്റ്റേജസ് ആയിട്ട് ഇത് രേഖപ്പെടുത്തുന്നത് കൊണ്ട് അവർക്ക് ഓരോ കുട്ടീനിപ്പം ഒരു ടീച്ചർ ക്ലാസ് ടീച്ചർ ആവില്ല ചിലപ്പം അടുത്ത പ്രാവശ്യം ഉണ്ടാവുക. പക്ഷെ ഈ റിപ്പോർട്ട്സ് ഇങ്ങനെ തയ്യാറാക്കുന്നത് കൊണ്ട് മറ്റൊരു ടീച്ചേഴ്സ് ഈ കുട്ടിയുടെ ഈ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഈ കുട്ടിയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ കുട്ടി ഇതായിട്ടുള്ളത് എന്നുള്ളത് ആ പുറത്തുനിന്നുള്ള വേറൊരു ടീച്ചർ വരികയാണേലും ആ ടീച്ചർക്ക് മനസ്സിലാവും. അതാണ് റിപ്പോർട്ട്സ് ടു ദ പാരൻസ്. അടുത്തത് സർവീസ് ബുക്ക്. അത് സർവീസ് ബുക്ക് എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ സർവീസ് ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതാണ് സർവീസ് ബുക്ക്. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ ജോയിൻ ചെയ്ത സമയം തൊട്ട് അവരുടെ ഫുൾ ഡീറ്റെയിൽസ്, എന്ന് ജോയിൻ ചെയ്തു, അവരുടെ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാതും, അതുപോലെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ടീച്ചേഴ്സിൻ്റെ അഡ്രസ്, അതുപോലെ അവർക്ക് സാലറി, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ഈ സർവീസ് ബുക്കിൽ ഉണ്ടായിരിക്കുക. അത് ഇപ്പം സ്കൂൾ അതോറിറ്റി, അതൊരു ഹെഡ് മാസ്റ്റർ ടീച്ചറുടെ കയ്യിലായിരിക്കും ഇതിൻ്റെ ഒറിജിനൽ സർവീസ് ബുക്ക് ഉണ്ടാവുക. അപ്പം ഒരു ടീച്ചറെ കുറിച്ച് ഇപ്പം ഒരു പാരന്റിന് വേണമെങ്കിൽ ആ ടീച്ചറെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുവഴി ടീച്ചറുടെ കാര്യങ്ങൾ അറിയാൻ കഴിയും.
ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയും. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ടീച്ചറെ ക്വാളിഫിക്കേഷനും അവരുടെ കാര്യങ്ങളെല്ലാം കഴിയും. അതിൽ വെച്ചാൽ ഫസ്റ്റ് പേജിലാണെങ്കിൽ ടീച്ചറുടെ പേര്, എംപ്ലോയിയുടെ പേര്, റെസിഡൻസ്, ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഹൈറ്റ്, ഐഡന്റിഫിക്കേഷൻ മാർക്ക്, ഫാദേഴ്സ് നെയിം ആൻഡ് റെസിഡൻസ്, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ആൻഡ് ഫിംഗർ ഇംപ്രഷൻ, സിഗ്നേച്ചർ ഓഫ് ദ ടീച്ചർ, ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ടു ദ സർവീസ്, സിഗ്നേച്ചർ ഓഫ് ദ ഹെഡ് മാസ്റ്റർ. ഇത്രയും ഡീറ്റെയിൽസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഫസ്റ്റ് പേജിൽ. അടുത്ത പേജിലാണെങ്കിൽ നെയിം ഓഫ് ദ പോസ്റ്റ്. ഇപ്പം ഓരോ സ്കൂളാണേലും ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ടാവും. അപ്പോൾ ഏത് ഇതിലാണ് ആ എംപ്ലോയി എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ പെർമനന്റ് ആയിട്ടും ടെമ്പററി ആയിട്ടുള്ള ടീച്ചേഴ്സും എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ അവര് ഏത് പോസ്റ്റിലാണ്, അതുപോലെ അവർക്ക് മന്ത്ലി പേയ്മെന്റ് കൊടുക്കുന്നവരുണ്ടാവും, ഡെയിലി പേയ്മെന്റ് കൊടുക്കുന്നവരുണ്ടാവും. അപ്പൊ അതേക്കുറിച്ചുള്ള ആ ഡീറ്റെയിൽസ്, അതുപോലെ അവർക്ക് ഇൻക്രിമെന്റ് ഉണ്ടാവുന്നത്, സാലറിയിലുള്ള ഇപ്പോൾ ഈ സർവീസ് ബുക്ക് വെക്കുന്ന പ്രകാരം അവർക്ക് ഇപ്പോൾ ഇൻക്രിമെന്റ് കിട്ടുമ്പം അത് മനസ്സിലാക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. സർവീസ് ബുക്ക് ആവുമ്പോൾ അത് ഓരോ 5 ഇയർ കൂടുമ്പോഴും ഈ സർവീസ് ബുക്ക് റിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നീട് വീണ്ടും അതിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം തമ്പ്, സൈൻ അതിലല്ലാണ്ട് വേറെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ചിലരുടെ അഡ്രസ്സ്, അതുപോലെ സാലറി, അതൊക്കെ ചേഞ്ച് ആവുന്നുണ്ടാവും. അപ്പൊ അത് മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് 5 ഇയർ ആവുമ്പോഴാണ് റിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഹെഡ് മാസ്റ്റർ വന്നു, അടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു അപ്പോൾ പഴയ ഈ എംപ്ലോയിയെ കുറിച്ചിട്ട് ഈ സർവീസ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ആളുടെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സർവീസ് ബുക്ക് നല്ലതാണ്. അടുത്തത് ടീച്ചേഴ്സ് ഡയറി ഉണ്ടോ? ടീച്ചർ പറയണോ? ടീച്ചേഴ്സ് ഡയറി ആരെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മുബീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എനിക്ക് തോന്നിയത് പറഞ്ഞോ? ഞാൻ അതും കൂടെ പറയാം. ടീച്ചേഴ്സ് ഡയറി ഇഷ്യൂ ചെയ്യുന്നത് സ്കൂളാണ്. അതില് ടീച്ചേഴ്സ് ഡയറിയില് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ, നെയിം ഓഫ് ദ ടീച്ചർ, ടീച്ചിങ് സബ്ജക്ട്, ക്ലാസ് ടീച്ചർ, അഡ്രസ് ആൻഡ് ടെലിഫോൺ നമ്പർ, ഇങ്ങനെ ടീച്ചേഴ്സിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കണം. അതുപോലെ അവരുടെ പേഴ്സണൽ ടൈം ടേബിൾ ഉണ്ടാവും, ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ ഉണ്ടാവും, അതുപോലെ ക്ലാസിന്റെ ടൈം ടേബിൾ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടാവും. അതുപോലെ അവര് ടീച്ചേഴ്സ് ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റും കോഴ്സും അതുപോലെ ടീച്ചേഴ്സ് ഇപ്പൊ ഓരോ ദിവസം പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ ഓരോ ദിവസത്തെ ഡേറ്റ് ഇട്ട് അവര് ഈ ദിവസം ഇന്ന ടോപ്പിക്കാണ് പഠിപ്പിച്ചെന്നുള്ളത് അത് അക്യുറേറ്റ് ആയിട്ട് എഴുതി വെക്കുന്നുണ്ടാവും. അതുപോലെ ഇപ്പോൾ ടോപ്പിക്ക് ചിലത് ആ ഡേറ്റിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാതിരുന്നതെന്നുള്ള റീസൺ കൂടെ അവർക്ക് അതിൽ എഴുതണം. അതുപോലെ ഓരോ ആഴ്ച കൂടുമ്പോഴും അതിൽ പ്രിൻസിപ്പൾ സൈൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ നോക്കുന്നത് പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ ഇത് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ ടീച്ചേഴ്സ് ഡയറി അവർ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ് അതിൽ രജിസ്റ്റർ ചെയ്യണം. മെയിൻ ആയിട്ടുള്ളത് ഈ ടീച്ചേഴ്സ് ഡയറി അപ് ടു ഡേറ്റ് ആവണം എന്നുള്ളതാണ്. എങ്കിലേ ഉള്ളൂ അത് പ്രിൻസിപ്പൾക്ക് അത് ടീച്ചേഴ്സ് ഓരോ ടൈമിൽ ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ആക്കി, ഇപ്പൊ ഓരോ മന്തിലും ഈ പോർഷൻസ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് ഉണ്ടാവും. ഇപ്പൊ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേന് ഇത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ടീച്ചേഴ്സ് എടുത്താൽ അതിലത് രേഖപ്പെടുത്തും. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് ടീച്ചേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കും ചെയ്യും, അത് എഴുതും ചെയ്യും. അപ്പൊ അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ പ്രിൻസിപ്പൾക്കും ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് അപ് ടു ഡേറ്റ് ആയിട്ട് ഇത് ക്ലാസ് എടുക്കുന്നത്, ടീച്ചേഴ്സ് ഓരോ ക്ലാസ്സിലും അതാത് സമയത്ത് പോകുന്നില്ല. ഇപ്പൊ ചില ടീച്ചേഴ്സൊക്കെ വേറെ ടീച്ചേഴ്സിനെ ആക്കി കൊടുത്തിട്ടൊക്കെ
ടൈം മാനേജ്മെന്റ് ചെയ്തിട്ടൊക്കെ ചാപ്റ്റേഴ്സ് തീർക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ ടീച്ചേഴ്സാണ് ആ ടൈം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുന്നുള്ള കാര്യം പ്രിൻസിപ്പൾക്ക് മനസ്സിലാവും ഈ ടീച്ചേഴ്സ് ഡയറി പ്രകാരം. ഇനിയിപ്പം അതിന് ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ തിയറിറ്റിക്കലി ഇത് അഡ്വാൻറ്റേജ് നല്ല കാര്യമാണ്, പക്ഷെ ടീച്ചേഴ്സിന് ഇതൊരു ഓവർലോഡ് ആയിട്ടായിരിക്കും. കാരണം അത് ഓരോ പോർഷൻസ് തയ്യാറാക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ അതിനൊരു ടീച്ചിങ് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അവര് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കൂടെ ഈ ഡയറി അപ് ടു ഡേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ എഴുതി സബ്മിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രിൻസിപ്പൾ അത് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ അപ്പം പെട്ടെന്ന് അത് ചിലപ്പോൾ അതിന് ടൈം കിട്ടിയില്ലെങ്കിലും അത് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതാണ് ടീച്ചേഴ്സ് ഡയറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും മനസ്സിലായോ മുബീന പറഞ്ഞത്? പ്രസന്റ് ചെയ്ത എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ മുബീന ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ശരിക്കും സെമിനാർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല മാം. അടുത്തത് സിയ ആയിരുന്നു അല്ലേ? വിഡ്രോവൽ രജിസ്റ്റർ. യെസ് മാം. പിന്നെ ഏതൊക്കെയായിരുന്നു ടോപ്പിക് പറഞ്ഞത്? ഡാറ്റ എൻട്രി ഓഫ് സ്റ്റുഡൻസ് റെക്കോർഡ് ഇൻ കമ്പ്യൂട്ടർ. അത് രണ്ടും മാത്രം അല്ലേ? ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് സിയ. ഞാൻ ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 3 അപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലെ മേജർ സ്കൂൾ റെക്കോർഡ്സ് എന്ന ഭാഗത്തിൽ നിന്ന്. അതിൽ 13 പോയിന്റ് ആണുള്ളത്. അതിൽ 12ാമത്തെ പോയിന്റായ വിഡ്രോവൽ രജിസ്റ്റർ അഥവാ പിൻവലിക്കൽ രജിസ്റ്റർ, ഇതാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. വിഡ്രോവൽ രജിസ്റ്ററിൽ പറയുന്നത് students record are accompanied in the registers, admittance register, enrollment register and students attendance register and withdrawal register. ഇത് വായിച്ചിട്ട് പറയണമെന്നില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ പോരെ? സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്തോ, പ്രസന്റ് ചെയ്താൽ മതി. നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററും എൻവയോൺമെന്റ് രജിസ്റ്റർ, വിഡ്രോവൽ രജിസ്റ്റർ, ഇവയിലൊക്കെ സ്റ്റുഡൻസിന്റെ എല്ലാ രേഖകളും ഉണ്ട്. സ്കൂളിലെ ഒരു സ്റ്റുഡന്റിനെ പറ്റിയിട്ട് നോക്കണമെങ്കിൽ ഇത്രയും രജിസ്റ്ററുകളൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ രേഖകളും എല്ലാ വിവരങ്ങളും നമുക്ക് ഇത്രയും രജിസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. വിഡ്രോവൽ രജിസ്റ്റർ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി സ്കൂൾ വിടുമ്പോഴാണ് നമ്മൾ വിഡ്രോവൽ രജിസ്റ്ററിൽ അതിന്റെ കാര്യങ്ങളായിട്ട് വിഡ്രോവൽ രജിസ്റ്ററും അതും വരുന്നത്. അപ്പൊ നമുക്ക് ആ കുട്ടിക്ക് വേണ്ടത് ഒരു TC ആണ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ആ കുട്ടിക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വിഡ്രോവൽ ഫോം ഫിൽ ചെയ്തിട്ട് കൊടുക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ ലൈബ്രറി ഇൻചാർജ്, ഗെയിംസ് ഇൻചാർജ്, ക്ലാസ് ടീച്ചർ തുടങ്ങിയവരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് തേടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ 3 സെക്ഷനിൽ നിന്നും നമുക്കൊരു നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് ആണ് മേടിക്കേണ്ടത്. ഈ ഫോമിന്റെ ഒപ്പം ഇത് ഫിൽ ചെയ്ത് നമ്മൾ മെയിൻ പ്രിൻസിപ്പൽ ഓഫീസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓഫീസിൽ കൊടുത്തു കഴിയുമ്പോൾ അവര് ഇത് എല്ലാ രേഖകളും കൃത്യമായിട്ട് പരിശോധിക്കും. അതായത് അഡ്മിഷൻ രജിസ്റ്ററും എൻറോൾമെന്റ് രജിസ്റ്ററും നോക്കിയിട്ട് ഇതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒത്തുനോക്കും. ഓഫീസിലെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം പ്രിൻസിപ്പൾക്ക് സൈൻ ചെയ്യാൻ കൊടുക്കുന്നു. ഇതിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിലും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത് വളരെ വ്യക്തമായി നോക്കിയിട്ട് തന്നെയാണ് പ്രിൻസിപ്പൾ ഇത് സൈൻ ചെയ്യുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഇത് സൈൻ ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഡീറ്റെയിൽസ് ഓഫീസിലും സൂക്ഷിക്കും. അതാണ് ഈ വിഡ്രോവൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. അവിടെ ആ രജിസ്റ്ററിൽ ഈ കുട്ടിക്ക് TC കൊടുത്തു എന്ന് തുടങ്ങി എല്ലാ രേഖകളും ആ വിഡ്രോവൽ രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ വിഡ്രോവൽ രജിസ്റ്ററും അഡ്മിഷൻ രജിസ്റ്ററും എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ആ സ്കൂൾ ലൈഫിന്റെ മൊത്തം ആ കുട്ടിയുടെ ആ ലൈഫിന്റെ സ്കൂൾ ലൈഫിന്റെ ഒരു പ്രൊഫൈലാണ്. അഡ്മിഷൻ രജിസ്റ്റർ തൊട്ട് വിഡ്രോവൽ രജിസ്റ്റർ വരെ പരിശോധിച്ചാൽ ആ കുട്ടിയുടെ ഫുൾ സ്കൂൾ ലൈഫ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബർത്ത് ഡേറ്റ്, വർക്ക്, പെരുമാറ്റം അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിയമപരമായ തെളിവുകൾക്കുള്ള ഒരു രജിസ്റ്റർ കൂടിയാണ് ഇതൊക്കെ. ഇപ്പൊ നമുക്ക് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതിന്റെ കോപ്പി എടുത്തിട്ട് നമുക്ക് തെളിവായിട്ട് വെക്കാൻ സാധിക്കും. ലീഗൽ ആയിട്ടുള്ള ഈ രജിസ്റ്ററുകൾ ഒരു ലീഗൽ ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ്സ് എല്ലാതും സ്കൂള് നല്ല കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യും.
ഇത്രയാണ് വിഡ്രോവൽ രജിസ്റ്ററിനെ പറ്റിയിട്ട് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, ഡാറ്റ എൻട്രി ഓഫ് സ്റ്റുഡൻസ് റെക്കോർഡ് ഇൻ കമ്പ്യൂട്ടർ. പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ജസ്റ്റ് ഫയല് അങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പൊ സ്കൂളുകളൊക്കെ കമ്പ്യൂട്ടർ വന്നതുകൊണ്ട് തന്നെ എല്ലാതും വളരെ ഈസിയാണ്. റെക്കോർഡ്സ് ഒക്കെ മാനേജ് ചെയ്യാനും എല്ലാത്തിനും ഈസിയാണ്. കമ്പ്യൂട്ടർ ഇല്ലാതിരുന്നപ്പോൾ ഒരുപാട് സമയം ആവശ്യമായിരുന്നു നമുക്കിതിന്. പക്ഷെ ഇപ്പൊ എല്ലാതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിന് അപ്ലൈ ചെയ്യാനും നെക്സ്റ്റ് ഒരു എഡ്യൂക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനായാലും ഇപ്പൊ ഒരു ജോബിന് വേണ്ടി അങ്ങനെ എല്ലാത്തിനും പെട്ടെന്ന് തന്നെ നമുക്ക് രേഖകൾ കളക്ട് ചെയ്യാൻ കമ്പ്യൂട്ടർ വന്നതോട് കൂടിയിട്ട് നമുക്ക് ഈസിയാണ്. ഒരുപാട് ഫോർമാലിറ്റീസ് ഇല്ലാതെ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇതിനെ 4ആയിട്ടാണ് ഈ നമ്മുടെ രേഖകള് എൻട്രി ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്യുന്നത് 4 കാറ്റഗറി ആയിട്ടാണ്, ഈ 4 സ്റ്റേജസ് ആയിട്ടാണ് കമ്പ്യൂട്ടറിലേക്ക് ഇത് എൻട്രി ചെയ്യുന്നത്. അഡ്മിഷൻ ഓഫ് ദ സ്റ്റുഡന്റ്, അതായത് കുട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ. സ്റ്റുഡൻസ് പ്രൊഫൈൽ ഫോർ ദ സ്റ്റുഡൻസ് പെർഫോമൻസ്, അഡ്മിഷൻ എടുത്തതിന് ശേഷം ആ കുട്ടി സ്കൂളിൽ ചെയ്യുന്ന പെർഫോമൻസ്. ഫോർമാറ്റ് ഓഫ് മാർക്ക് ഷീറ്റ് ഓഫ് ദയർ ടെർമിനൽ ഓർ ഫൈനൽ റെക്കോർഡ്സ് ആൻഡ് യൂണിറ്റ് ആൻഡ് ടേംസ്, അതായത് ആ കുട്ടിയുടെ എക്സാമിന്റെ റിസൾട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഫോർമാറ്റ് ഓഫ് ദ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ 4 രീതിയിലാണ് കമ്പ്യൂട്ടറിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ടാവുക ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിലെ അഡ്മിഷൻ ഓഫ് ദ സ്റ്റുഡന്റ് ആണ് ഫസ്റ്റ് വരുന്നത്. അഡ്മിഷൻ ഓഫ് ദ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ആ കുട്ടി അഡ്മിഷൻ എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ഫോം പൂരിപ്പിച്ചിരിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഫോം ഉണ്ടായിരിക്കുക. ആ ഒരു ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടറിലേക്ക് പെട്ടെന്ന് ഡാറ്റകൾ എൻട്രി ചെയ്യാവുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ അഡ്മിഷൻ ഫോമിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഈ അഡ്മിഷന്റെ സമയത്ത് ആ കുട്ടിക്ക് ഒരു എൻറോൾമെന്റ് നമ്പറും കൂടി കൊടുക്കുന്നുണ്ട്. ഒരു അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടിക്കും കമ്പ്യൂട്ടറിൽ ഓരോ ഫയൽ ഉണ്ടായിരിക്കും. ആ സ്കൂളിൽ ഓരോ കുട്ടിക്കും ഓരോ എൻറോൾമെന്റ് നമ്പറും ഉണ്ടായിരിക്കും, ഒരു ഫയലും ഉണ്ടായിരിക്കും. അപ്പൊ ആ കുട്ടിയുടെ ആ ഒരു ഫയൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. രണ്ടാമത്തത് വരുന്നത് സ്റ്റുഡൻസ് പ്രൊഫൈൽ ഫോർ ദ സ്റ്റുഡൻസ് പെർഫോമൻസ്. ആ കുട്ടി സ്കൂളിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഏർപ്പെടുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ NCC NSS അങ്ങനത്തെ പ്രോഗ്രാംസുകൾ, ഇതിന്റെ എല്ലാം പെർഫോമൻസ് ലെവല്, അതിൽ കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ്, അവാർഡ്സ്, ഇതൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കുട്ടികളുടെ പേരിന്റെ ഒപ്പം തന്നെ കോളം വയസ്സായിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അതിൽ വരും. ഒരുമിച്ച് തന്നെ ആ കുട്ടിയുടെ പ്രൊഫൈല് നമുക്ക് രൂപപ്പെടുത്തി ഒറ്റയടിക്ക് കിട്ടുന്ന വിധത്തിലാണ് കമ്പ്യൂട്ടർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. മൂന്നാമത് വരുന്നത് ഫോർമാറ്റ് ഓഫ് മാർക്ക് ഷീറ്റ്, ആ കുട്ടിയുടെ എക്സാം റിസൾട്ടുകൾ. അപ്പൊ അഡ്മിഷൻ കാർഡ് അടങ്ങുന്ന ഈ എക്സാമിന് മുൻപ് അഡ്മിഷൻ കാർഡ് അടങ്ങുന്ന ഒരു പരീക്ഷാ ഫോം ഈ കുട്ടി പൂരിപ്പിച്ചിരിക്കണം. അപ്പൊ അതില് എല്ലാതും ഉണ്ടാവും. ഇതിന്റെ ഫോർമാറ്റും കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ഫോർമാറ്റും ഉണ്ടായിരിക്കുക. അപ്പൊ കമ്പ്യൂട്ടറിലെ എക്സാം റെക്കോർഡ്സ് സൂക്ഷിക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും ഒരു എക്സാം നമ്പറും കൊടുക്കുന്നുണ്ട്. ഇത് കമ്പ്യൂട്ടർ എക്സാമിന് ശേഷം എല്ലാതും കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. എക്സാം റിസൾട്ട് അപ്പോൾ ഒരുമിച്ച് ഒറ്റയടിക്ക് നമുക്ക് ഇതിങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ടാവും. ഓരോ ടേമും ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനൽ എക്സാം എല്ലാതും ഒറ്റയടിക്ക് തന്നെ ആ ഒരു കുട്ടിയുടെ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഓൾ എക്സാംസിന്റെ മാർക്സും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ട് സാധിക്കുന്നു. അപ്പൊ വിദ്യാർത്ഥിയുടെ മാർക്ക് ഷീറ്റ് പെട്ടെന്ന് തന്നെ തയ്യാറാവുകയും ചെയ്യും. പണ്ട് നമ്മൾ SLC ഫലമൊക്കെ നോക്കിയിരുന്നത് ന്യൂസ് പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ്. എന്റെ ചേച്ചിയുടെ ഒക്കെ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ന്യൂസ് പേപ്പർ വെയിറ്റ് ചെയ്തിരിക്കും SLC റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അഡ്വാൻസ് ആയപ്പോൾ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ന്യൂസ് പേപ്പറിൽ പിറ്റേ ദിവസമായിരിക്കും വരിക. നമ്മൾ തലേ ദിവസം എന്റെ സമയത്ത് കഫേയിലൊക്കെ പോയിട്ട് നമുക്ക് അന്ന് കയ്യിലില്ല, അത്രയും അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. അപ്പൊ കഫേയിൽ പോയിട്ട് നമ്മൾ നെറ്റിൽ നോക്കിയിട്ട് റിസൾട്ട് നോക്കിയ ഒരു കാലഘട്ടത്താണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഒന്നും കൂടെ അഡ്വാൻസ് ആയി. ഇപ്പൊ അതിലും അഡ്വാൻസ് ആയി, നമുക്ക് വീട്ടിലിരുന്ന് നോക്കാന്നുള്ള ഫെസിലിറ്റി ആയി. അപ്പൊ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കമ്പ്യൂട്ടറിൽ റിസൾട്ട് അറിയാൻ സാധിക്കുന്നു. ഈ കാര്യങ്ങളാണ് എനിക്ക് എടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നന്നായിട്ട് എടുത്തു.
ഓക്കെ, നെക്സ്റ്റ് വൺ വിനീതയോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തോന്നുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ് അതെ മിസ്. ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ്. അതെ, രണ്ട് ടോപ്പിക് ആയിരുന്നില്ലേ? ഓക്കെ, റെഡി അല്ലേ? റെഡിയാണ് മിസ്. പക്ഷെ എന്റെ ചങ്കൊക്കെ ഭയങ്കരമായിട്ട് ഇടിക്കുന്നുണ്ട്. ഭയങ്കര എന്താണ് നെഞ്ചു കിടന്ന് ഇടിക്കുന്നുണ്ട്. എന്തിനാ ടെൻഷൻ? നമ്മള് ഓൺലൈൻ ആയിട്ടല്ലേ ചെയ്യുന്നേ, നേരിട്ടല്ലല്ലോ. ഇത് നമ്മൾ ഓർത്തത് ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ എന്തോരം കുട്ടികൾ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോഴൊക്കെ നെഞ്ചിരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ആരെയും കാണാൻ പറ്റുന്നില്ല. എന്തിനാണ് നെഞ്ചിരിക്കുന്നത്? ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കും കേട്ടോ. ഓക്കെ മിസ്. സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ റെക്കോർഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് സ്കൂൾ റെക്കോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നു. സ്റ്റുഡൻസിന്റെ, സ്റ്റാഫിന്റെ, ഫിനാൻസ് പരമായിട്ടുള്ളതും പിന്നെ സ്കൂളിലെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്കൂൾ റെക്കോർഡിലാണ് വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് പോയിന്റിൽ വരുന്നത് സ്കൂളുകൾ ഓരോ വിദ്യാർത്ഥിയുടെയും പങ്കിനെ കുറിച്ചുള്ള ഒരു കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള ആവശ്യമായ എല്ലാ വിവരങ്ങളും അടങ്ങിയ ആനുകാലിക റിപ്പോർട്ടുകളും സമർപ്പിക്കുന്നുണ്ട്. ഓരോ കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് എന്തിലാണ് കഴിവുള്ളത്, എന്തിലാണ് പിന്നോക്കം നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ആ കുട്ടിയുടെ എല്ലാ വിവരങ്ങളും A to Z ആയിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനും കുട്ടി സ്കൂൾ റെക്കോർഡിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെഷന്റെ തുടക്കത്തിൽ തന്നെ ആവശ്യമായ ധനകാര്യ ബജറ്റ് പ്രസ്താവന വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കാൻ സ്കൂളുകൾ സഹായിക്കുന്നു. സ്കൂളിന്റെ തുടക്കം തൊട്ട് സ്കൂളിന്റെ എൻഡിങ് ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ സ്കൂൾ റെക്കോർഡുകൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ചോക്ക് മേടിച്ചാലാണെങ്കിലും ശരി, ആ സ്കൂളിലേക്ക് ഒരു ബുക്ക് മേടിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം വന്നെങ്കിൽ കൂടി അതിനായി ചെലവിട്ട പൈസ ആണെങ്കിൽ പോലും അതെല്ലാം സ്കൂൾ റെക്കോർഡിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ തന്നെ ഇത് സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് സ്കൂൾ രേഖകൾ വിദ്യാർത്ഥികളുടെ പുരോഗതിയും അവരുടെ ശക്തിയും ബലഹീനത എന്നിവ മാറ്റാൻ സഹായിക്കുന്നു. ഒരു കുട്ടികൾക്ക് എന്തിലാണ് അവന് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്, എന്തിലാണ് അവൻ പിന്നോക്കം നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ പിന്നോക്കം നിൽക്കുന്നത് ഏത് പ്രവർത്തനത്തിലാണ് അതിൽ നിന്ന് ആ കുട്ടീനെ കുറച്ചും കൂടി പുരോഗതിയിലോട്ട് കൊണ്ടുവന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഓരോ പ്രവർത്തനത്തിലൂടെ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുടെ ഉന്നമനത്തിനായിട്ടുള്ള അഭികാമ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. നാലാമതായിട്ട് വരുന്നത് ഒരു പ്രത്യേക പ്രദേശത്തിന്റെയോ അല്ലെ സംസ്ഥാനത്തിന്റെയോ വിദ്യാഭ്യാസ നേട്ടങ്ങൾ അറിയുവാൻ സ്കൂൾ റെക്കോർഡുകൾ സഹായിക്കുന്നു. സ്കൂളിന്റെ നേട്ടങ്ങളെ കുറിച്ചാണെങ്കിലും അതിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളും സ്കൂളിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഈ ഒരു സ്കൂൾ റെക്കോർഡുകളിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്കൂൾ റെക്കോർഡ് വായിക്കുമ്പോൾ തന്നെ ആ പ്രദേശത്തിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെയോ നേട്ടങ്ങൾ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ സ്കൂളും വീടും തമ്മിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങളുടെ പുരോഗതി സ്കൂൾ രേഖകൾ സഹായിക്കുന്നുണ്ട്. അധ്യാപകരും മാതാപിതാക്കളും വിദ്യാർത്ഥികളുടെ നേട്ടത്തെയും പുരോഗതിയെ കുറിച്ചും ഈ സ്കൂൾ റെക്കോർഡ് വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്താൻ സ്കൂൾ രേഖകൾ സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പരീക്ഷണ വിദ്യാർത്ഥികളുടെ പുരോഗതിയുടെ പൂർണ്ണമായ ഒരു ചിത്രം ഈ ഓരോ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ഈ ഗവേഷണ സ്കോളേഴ്സിന് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രബോധന സാമഗ്രികൾ, ഫിസിക്കൽ വളർച്ചാ പ്രമോഷൻ രീതികൾ, വ്യത്യസ്ത പരിശോധനകൾ, പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കാൻ ഗവേഷണ കണ്ടെത്തലുകളോടെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്. എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം? എല്ലാ സ്ഥാപനങ്ങളിലും രജിസ്റ്റേർഡ് സ്റ്റോക്ക് ലിസ്റ്റ് തയ്യാറാക്കണം. കൂടാതെ രണ്ടാമത് പറയുന്നത് ഓരോ രജിസ്റ്ററിന്റെയും റൂട്ടർ കവറിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് രേഖപ്പെടുത്തി വെക്കണം. എന്നുവെച്ചാൽ ഒരു റൂട്ടർ കവറിൽ ഇത് സ്കൂളിന്റെ പേര്, ദ നെയിം ഓഫ് ദ സ്കൂള്, അത് സീരിയൽ നമ്പർ ഓഫ് ദ രജിസ്റ്റർ, ഇത് എത്രാമത്തെ രജിസ്റ്റർ, സീരിയൽ നമ്പർ, ഈ രജിസ്റ്ററിന്റെ സീരിയൽ നമ്പർ എത്രാമത്തെ ആണ്, പിന്നെ ഇത് ഏത് രജിസ്റ്റർ ആണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് എന്നുള്ളത് രേഖപ്പെടുത്തണം. അതിന്റെ വോളിയം, ഇത് എത്രാമത്തെ വോളിയമാണ്. ഇപ്പൊ ഒരു രജിസ്റ്റർ ഇതിന്റെ എടുത്താൽ അത് ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ അങ്ങനെ അതിന്റെ വോളിയം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതണം. കൂടാതെ തന്നെ ഇതിൽ നമ്പർ ഓഫ് പേജസ് ഇൻ ദ വോളിയം, ഇതിൽ എത്ര പേജുകൾ ഉണ്ടെന്നോ അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അത് എന്നാണ് ക്ലോസ് ചെയ്തെന്നുള്ള ഇത്രയും ഡീറ്റെയിൽ ഒരു രജിസ്റ്ററിന്റെ റൂട്ടർ കവറിൽ രേഖപ്പെടുത്തി വെക്കണം.
അടുത്ത പോയിന്റ് വരുന്നത് പേജുകൾ തുറക്കുമ്പോൾ തന്നെ ആ ഓരോ പേജ് നമ്മൾ മറിച്ച് വരുമ്പോഴും അത് എത്രാമത്തെ പേജ് ആണെന്നുള്ളത് അക്കമിട്ട്, ഒന്നെങ്കിൽ ചുമന്ന പേന കൊണ്ടോ അല്ലെങ്കിൽ ഈ നമ്പറിംഗ് മെഷീൻ ഉപയോഗിച്ചോ അത് അക്കമിട്ട് തുടർച്ചയായിട്ട് എഴുതണം. പിന്നെ രജിസ്ട്രേഷൻ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിനകത്തോട്ടേക്ക് വരുന്ന എൻട്രികൾ, കണക്കുകളാണെങ്കിലും എൻട്രികളാണ്, അത് ക്രമീകരിച്ച് അതിൻ്റെതായ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ക്രമീകരിച്ച് വെക്കണം. കൂടാതെ ഇത് തമ്മിൽ ചേരാൻ പാടില്ല. ഓവർ റൈറ്റിങ്ങും അനുവദിക്കുന്നല്ല. ഒന്ന് എഴുതിയിട്ട് അതിന്റെ പുറത്തോട്ട് വെട്ടിത്തിരുത്തി വീണ്ടും എഴുതാനായിട്ട് പറ്റില്ല. അത് എഴുതുന്നതിന് മുമ്പേ അതൊക്കെ നോക്കി തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി ഒന്ന് റീചെക്ക് ചെയ്തിട്ട് വേണം ഈ നമ്മുടെ ഇതിലോട്ട് റെക്കോർഡിലോട്ട് നമ്മൾ എഴുതാനായിട്ട്. പിന്നെ പറഞ്ഞ എൻട്രികൾ എപ്പോഴും നിയന്ത്രിക്കുന്നത് പ്രിൻസിപ്പൽ ആയിരിക്കും നിയന്ത്രിക്കുന്നത്. എൻട്രികൾ ഓരോ വർഷവും ഒരു പുതിയ വോളിയം ഓരോ വർഷവും തുറക്കരുതെന്ന് പറയും. മുമ്പത്തെ വോളിയത്തിൽ ചിലപ്പം ചില പേജുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കുമ്പം അത് അങ്ങനെ വരാൻ പാടില്ല. എല്ലാ പേജുകളും ഉപയോഗശൂന്യമാക്കാതെ എല്ലാ പേജുകളും നല്ല കൃത്യമായി തന്നെ എഴുതണം. പിന്നെ മുമ്പത്തെ വോളിയത്തിലെ റെക്കോർഡുകൾ പൂർണ്ണമായി ഉപയോഗിക്കുകയും അത് ലോഡ് ചെയ്ത തീയതിയും റെക്കോർഡ് ചെയ്യണം. പുതിയ രജിസ്റ്റർ എടുക്കുമ്പോൾ അതിന്റെ തീയതിയും അതിൽ ശ്രദ്ധിക്കേണ്ട തീയതിയും രേഖാമൂലം രേഖപ്പെടുത്തിയിരിക്കണം. കുഴപ്പമുണ്ടായിരുന്നോ? നെഞ്ചിരിപ്പ് മാറിയോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ എന്താ പറയാ ഫിനിഷ് ആയി തീർന്നു കേട്ടോ. സെമിനാർ പ്രസന്റ് ചെയ്യുന്ന മാത്രമല്ല, അതിനകത്ത് മാത്രമല്ല കാര്യം, അതിനകത്ത് കേൾക്കാനായിട്ട് ആളുകൾ കൂടി ഉണ്ടായിരിക്കണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സെമിനാർ ആയിട്ട് എടുക്കുന്ന ടോപ്പിക്സ് പിന്നെ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യില്ല. നിങ്ങൾ തന്നെ, അതായത് എടുക്കുന്ന ആള് തന്നെയാണ് അവിടെ ടീച്ചറായിട്ട് വരിക. ബാക്കിയുള്ളവരൊക്കെ സ്റ്റുഡൻസ് ആയിട്ട് ഇരുന്ന് കേട്ട് നോട്ട് എഴുതി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ എല്ലാവരും ഒന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സെമിനാർ പറയുന്ന ദിവസം കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറാനായിട്ട് നോക്കുക. പറ്റാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യും. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ചാപ്റ്റർ. നമുക്ക് വേറെ പുതിയൊരു ചാപ്റ്ററിലോട്ട് നമുക്ക് കിടക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാല് 6th ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മാം, നെക്സ്റ്റ് ചാപ്റ്ററിന് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കാര്യം പറയണം. സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ നമ്മൾ ഈ റെക്കോർഡ് സൂക്ഷിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ഒരു സെക്കൻഡ് ക്ലിയർ അല്ല പറയുന്നേ, ലാഗ് ഉണ്ട് പറയുന്നതില്, ക്ലിയർ ആകുന്നില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ റെക്കോർഡ് ഇപ്പൊ നമ്മൾ വെക്കാന്ന് വെച്ചാൽ സ്കൂളിൽ മാത്രമല്ല ഇപ്പൊ റെക്കോർഡ് വെക്കും. ഇപ്പൊ ഗവൺമെന്റിന്റെ റൂള് പ്രകാരം ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു 3 to 4 years ആയിട്ട് നമ്മൾ ഒരു കുട്ടിയുടെ സ്കൂളിൽ ചേരുമ്പോൾ ആ കുട്ടിയുടെ തുടക്കം മുതൽ നമ്മൾ അവസാനം വരെയുള്ള റെക്കോർഡ് ഗവൺമെന്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അപ്ലോഡ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ദെയർ ആധാർ കാർഡ്, പാരന്റ്സ് ആധാർ കാർഡ്, ഓൾ ഡീറ്റെയിൽസ് വി ഷുഡ് ഇൻക്ലൂഡ് എവറിത്തിങ്. അപ്പോൾ ആ ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ ഒരു കുട്ടി ഇന്ന സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ടില്ല എന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റൊരു സ്കൂളിൽ ആ കുട്ടി പോകുമ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും സീറ്റ് കിട്ടില്ല. അതായത് ഒരു സ്കൂളിൽ ആ കുട്ടിയുടെ പേര് എൻറോൾ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനിയൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ കിട്ടില്ല. അപ്പം നമ്മൾ കുട്ടിക്ക് TC കൊടുത്തു എന്ന് വെച്ചാൽ അപ്പത്തന്നെ ആ കുട്ടിയുടെ പേര് മാറ്റണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് സ്കൂളിൽ കിട്ടുള്ളൂ. അപ്പൊ ആ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ആ സ്കൂളുകാരാണ് ആ കുട്ടിയുടെ പേര് എൻറോൾ ചെയ്ത് കൊടുക്കണത്. അപ്പൊ അങ്ങനെയും ഇപ്പൊ നമ്മൾ റെക്കോർഡ് വെക്കുന്നുണ്ട്. അപ്പോ ജസ്റ്റ് ഇത് അവര് മെൻഷൻ ചെയ്തില്ല, അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരും നോട്ട് ചെയ്തല്ലോ, മനസ്സിലായോ പറഞ്ഞത്? അൽസുബി എന്നാണ് മാം. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളിത് എല്ലാ ഇയറും എൻറോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയാവുന്നതാണ് കേട്ടോ. വാക്സിനേഷന്റെ പറയാറ് കേട്ടിട്ടുണ്ട്. അറിഞ്ഞൂടാ, ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുത്ത കാർഡ് വേണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വാക്സിനേഷന്റെ കാർഡോ?
അതെ, ചില സ്കൂളുകളിൽ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇനി മോള് CBSE പഠിക്കുന്ന, അപ്പൊ എനിക്കങ്ങനെ വന്നിട്ടില്ല. അപ്പം ചില ആള് പറയുന്ന കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് അപ്പം ഫുൾ വാക്സിനേഷൻ കൊടുക്കണം, സ്കൂളുകളിൽ സബ്മിറ്റ് ചെയ്യണം അത് ആ കാർഡ് എന്ന്. ശരിയാണ് എത്രയാണ്? മാം, ശരിയാണ്. എന്റെ മോളിപ്പ ഈ വർഷം അഡ്മിഷൻ എടുത്തപ്പ ഒരു സ്കൂളിൽ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തപ്പ അവിടെ ചോദിച്ചായിരുന്നു, കാർഡ് കൊണ്ടെല്ലാം പറഞ്ഞായിരുന്നു, ഹോസ്പിറ്റൽ കാർഡ്. ഹോസ്പിറ്റൽ കാർഡ് ഗവൺമെന്റ് സ്കൂളാണോ? അല്ല, പ്രൈവറ്റ് ആയിരുന്നു. പ്രൈവറ്റ് സ്കൂളാണ്. കാർഡ് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ഹെൽത്ത് കാർഡ് അല്ലേ? വാക്സിനേഷന്റെ കാർഡ് അല്ലേ? നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമല്ലോ, നമ്മള് ഡെലിവറി കഴിഞ്ഞ് പോരുമ്പോ കിട്ടുമല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളുള്ള ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ഹോസ്പിറ്റൽ കാർഡ്, ആ കാർഡ് കൊണ്ടെല്ലാം പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഹെൽത്ത് റെക്കോർഡിന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കാനായിരിക്കും അവർ ചോദിച്ച് വെച്ചേക്കുന്നത്. ചില സ്കൂളുകളിലാണ് ചോദിക്കുന്നത്, എല്ലാ സ്കൂളുകളിലും നിർബന്ധമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ. മാം ഇതും എല്ലായിടത്തും ഇല്ല, ഞാൻ അവിടെ പറഞ്ഞ മാത്രമേ ചോദിച്ചുള്ളൂ. മോള് അവിടെ ചേർത്തില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തോളൂ. ഇവിടെ പിള്ളേര് പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ എടുത്തത്. അപ്പൊ അവിടെ ഒന്നുമില്ല, അവരൊന്നും ചോദിച്ചില്ല. ഇങ്ങനെ ഒരു സ്കൂൾ മാത്രം അവര് ചോദിച്ചായിരുന്നു. ഇല്ല മാം, അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നെറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണുണ്ടെന്ന്. അപ്പൊ അതിലൊരു പോർഷൻ ഉണ്ട്, അതായത് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും ഉണ്ട് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പെഷ്യലി ഏബിൾഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവർക്കൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അപ്പൊ അതിൽ ഈ റെക്കോർഡ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ചില സ്കൂളുകൾ, അത് മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് പല സ്കൂളുകാരും സ്കിപ്പ് ചെയ്യും. അല്ലാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിൽ കാസ്റ്റ് അങ്ങനെ നോർമലായിട്ടുള്ള കാര്യങ്ങളും കൊടുക്കണം. സെയിം ടൈം കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ കൺസിഡറേഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ആണോ സ്പെഷ്യൽ ആയിട്ട് ചോദിക്കുന്നത്? അങ്ങനെയല്ല മാം, ഡിസേബിൾഡ് ആയവരും ഉണ്ട്. ഇപ്പോൾ ഐസൈറ്റിന്റെ ഹിയറിംഗ് പ്രോബ്ലം ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജിന് മേലെയാണ് എന്നുള്ളതിന് സ്പെഷ്യൽ കോളം. ഇപ്പോൾ ഓട്ടിസം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈൽഡ് ഓട്ടിസം അല്ല കൂടുതൽ. അപ്പോൾ അത് അവരുടേതായ കുറച്ച് കാറ്റഗറി ഉണ്ടല്ലോ, അപ്പോൾ അത് വൈസിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. മിസ് എനിക്ക് അറിയില്ല കേട്ടോ, മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് A നെഗറ്റീവ് ആയിരുന്നു. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ചോദിച്ചാൽ, എനിക്കറിയില്ല. അതുകൊണ്ട് വേറെ ഗ്രൂപ്പ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. അതുകൊണ്ടായിരിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്യോ? അതായത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി ഷോർട്ട് ആയിട്ട് ആരെങ്കിലും പറയാമോ? എത്രമാത്രം മനസ്സിലായി, എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് പുതിയ നോളജ് എത്രമാത്രം കിട്ടിയെന്നൊന്ന് ഷോർട്ട് ആയിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാമോ? ഒന്നും മനസ്സിലായില്ലേ? സിയ ഒന്ന് കൺക്ലൂഡ് ചെയ്തേ. സിയ, ഈ ചാപ്റ്റർ തീർന്നതല്ലേ നമ്മുടെ, ഒന്ന് കൺക്ലൂഡ് ചെയ്യാമോ? മിസ്, ഞാൻ ക്ലാസ് അധികം കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അതാണ് മെയിൻ ഇല്ലാതിരുന്നത്. ഞാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, സാരില്ല. ആരാണ് ക്ലാസ് കണ്ടേക്കുന്നേ? ക്ലാസ് കണ്ടവർക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാമോ? ഞാനും മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ആരും മുഴുവനായിട്ട് കണ്ടിട്ടില്ല, പിടിക്കുകള്. ആരാണ് കണ്ടേക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? അൽസുബി കണ്ടിട്ടുണ്ടോ? ക്ലാസ് കണ്ടിട്ടുണ്ടോ മുഴുവനായിട്ട്? കണ്ടിട്ടില്ല. ഞാനും ഫുള്ളായി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ആരില്ല പറയാനായിട്ട്? ഹസീന ഉണ്ടോ? ഹസീന ഷിഹാബ്, കൺക്ലൂഡ് ചെയ്യാമോ? മിസ്സേ, ഞാനും ഫുള്ള് കണ്ടില്ല. ആര് കാണട്ടെ കേട്ടോ, കാണട്ടെ വരുന്നത് നിങ്ങള് സമയം കിട്ടുമ്പോ കാണട്ടോ. നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. യൂണിറ്റ് 6 സ്കൂൾ ഇൻസ്പെക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്കൂൾ ഇൻസ്പെക്ഷൻ? കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ, ഇല്ലേ? സ്കൂൾ ഇൻസ്പെക്ഷൻ വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അതും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടല്ലേ?
ഓക്കെ. അപ്പോ ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. 5 minutes എടുത്തിട്ടൊന്ന് റീഡ് ചെയ്യാം. ആദ്യം ഇതിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെയാണ് പറയുന്നത്, അതൊന്ന് മനസ്സിലാക്കി വെക്കാം നമുക്ക് കേട്ടോ. അപ്പൊ അത് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. വായിച്ചു കഴിഞ്ഞിട്ടില്ലാത്തവര് പിന്നീട് വായിക്കുക കേട്ടോ, നമ്മുടെ ടൈം അല്ലെങ്കിൽ പോകും. അതായത് നമുക്കറിയാം, അതായത് നമ്മളിപ്പോ ഭരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ് അല്ലെ. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പിന്നെ എന്താണ് ലോക്സഭയും രാജ്യസഭയൊക്കെ ചേർന്നിട്ടാണ് ഇപ്പൊ നമ്മളെ ഭരിക്കുന്നത് അല്ലെ. ഒരു കൂട്ടം ആളുകളുണ്ട് നിയമം നിർമ്മിക്കുന്ന, പിന്നെ ഒരു കോടതി ഉണ്ട്. ഇതൊക്കെയായിരുന്നു ഒരു പോളിറ്റ് സംവിധാനം എന്ന് പറയുന്നത് ആണ്. എന്നാൽ ഇതിനു മുമ്പ്, അതായത് ഇന്ത്യ ഗവൺമെന്റിന് മുമ്പായിട്ട് ആരാണ് നമ്മളെ ഭരിച്ചിരുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഭരിച്ചിരുന്നത് അല്ലേ. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ കാര്യങ്ങൾ അവര് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്, കുറെ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി കുറെ നല്ല കാര്യങ്ങൾ കൂടി ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണെന്ത് പറയാം? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. എഡ്യൂക്കേഷണൽ ഫീൽഡില് അവര് ധാരാളം നല്ല കാര്യങ്ങള് ചെയ്യുകയുണ്ടായിട്ട് കുറേയധികം കോൺട്രിബ്യൂഷൻസ് ആര് തന്നിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാര് ഇന്ത്യയില് തന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം നമുക്ക് പറയാൻ എന്താ പറയാ, എണ്ണി അത് എത്രത്തോളം തിട്ടപ്പെടുത്താനായിട്ട് പറ്റില്ല. എന്നാലും കുറേയധികം കാര്യങ്ങൾ, നല്ല കാര്യങ്ങള് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് അവർ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ, അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ ഫീൽഡിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു, കുറെ സ്കൂളുകൾ അവരിവിടെ സ്ഥാപിച്ചു, കുറെ കോളേജുകള്, അതുപോലെ മിഷണറിമാരുടെ സഹായത്തോടെ കുറെ കാര്യങ്ങൾ അവരെന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നു. കുറേയധികം ബുക്കുകൾ അച്ചടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്കൂളുകളൊക്കെ സ്ഥാപിക്കുന്നതിന് ആ ഒരു സമയത്ത് തന്നെ, അതായത് സ്കൂളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ അവര് കൊണ്ടുവന്ന പുതിയൊരു ആശയമായിരുന്നു സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് സ്കൂൾ ഇൻസ്പെക്ഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? സ്കൂൾ സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യാനും സ്റ്റുഡൻസിനെ എക്സാമിൽ സഹായിക്കാനുമാണ് ആദ്യകാലങ്ങളില് സ്കൂൾ ഇൻസ്പെക്ടർമാരെ നിയമിച്ചിരുന്നത്. ഞാൻ സ്കൂൾ ഇൻസ്പെക്ഷന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എങ്ങനെയായിരുന്നു സ്കൂൾ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നെന്നാണ് ഞാനിപ്പോ പറയുന്നത്. ഒന്ന്, അക്കാലത്തെ സ്കൂൾ സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യാനും സ്റ്റുഡൻസിനെ എക്സാമിൽ സഹായിക്കാനും സ്കൂൾ ഇൻസ്പെക്ടർമാരെ ആദ്യകാലങ്ങളില് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 1936, അതായത് 1936 ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്കൂൾ മേഖലയില്, അതായത് എഡ്യൂക്കേഷൻ ഫീൽഡില് കുറച്ച് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നു. ഓക്കെ, 1936 ഓർക്കണം കേട്ടോ, 1936 ആണ്. ആ സമയത്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നത്? സ്കൂൾ മേഖലയില് കുറച്ച് പുരോഗതികൾ, അതായത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നത്. അതായത് ആ ഒരു പുരോഗതി കൊണ്ടുവരാൻ കാരണം, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ കാരണം രണ്ട് വ്യക്തികളാണ്. ആ രണ്ട് വ്യക്തികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് എഡ്യൂക്കേഷൻ ഫീൽഡില് കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടായത്. ആ രണ്ട് വ്യക്തികളുടെ പേരാണ് ആബട്ട് ആൻഡ് വുഡ്. ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ PDF കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആബട്ട് ആൻഡ് വുഡ് എന്നാണ് ആ രണ്ട് വ്യക്തികളുടെ പേര് എന്ന് പറയുന്നത് കേട്ടോ. അവരെയാണ് സ്കൂൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് ചുമതല കൊടുത്തിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ആണോ? ഓക്കെ, അപ്പോ ഈ ആബട്ട് ആൻഡ് വുഡ് എന്ത് ചെയ്തു? അതായത് അക്കാലത്ത് കുറച്ച് സ്കൂളുകളെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും എന്താ പറയാ, അവിടെയുള്ള സ്കൂളുകളെ മൊത്തത്തിൽ നിരീക്ഷിക്കാനും അവിടെ എന്ത് സമ്പ്രദായമാണ് നടപ്പിലാക്കുന്നത്, അവിടെ എക്സാം ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ്, സ്റ്റുഡൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എങ്ങനെയാണ്, ഇതിലേക്ക് കൂടുതലായിട്ട് ആ സ്കൂളിന്റെ മൊത്തം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇവരെ നിയോഗിച്ചത്. അപ്പോ ഇവരെ ചുമതലപ്പെടുത്തിയതിനു ശേഷം എന്താണ്, കുറച്ച് പ്രത്യേക കാര്യങ്ങളിൽ, കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടായി. ആ കാര്യം എന്ന് പറഞ്ഞാല് ഇവരുടെ ഈ ഒബ്സർവേഷന് ശേഷം, അതായത് സ്കൂൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാനാണ് ഇവരെ നിയമിച്ചതെങ്കിലും ഇവരുടെ ഈ ഒബ്സർവേഷന് ശേഷം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങള് ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നില് ഈ രണ്ട് വ്യക്തികള് ഉന്നയിക്കുകയുണ്ടായി. അതിനകത്ത് ഒന്നാണ് പോളിടെക്നിക് സ്കൂളുകൾ അല്ലെങ്കിൽ പോളിടെക്നിക് കോളേജുകള്, അതുപോലെ ടെക്നിക്കൽ സ്കൂളുകൾ. അപ്പൊ ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവാൻ കാരണം
അബഡ് ആൻഡ് വുഡ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ സ്കൂൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്സർവേഷനിൽ കേട്ടോ. ഈ രണ്ട് വ്യക്തികളാണ് പ്രധാനമായിട്ടും പോളിടെക്നിക്കുകളും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളുകളും ഇന്ത്യയിൽ സ്ഥാപിക്കാനായിട്ട് ഇടവരുത്തിയത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് ഞാനൊരു കുഞ്ഞു നോട്ട് എഴുതി കൊണ്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ? എഴുതിക്കോ കേട്ടോ. ആബഡ് ആൻഡ് വുഡ്, ABBOD, and Wood, WOOD, were expert advisors. Who made recommendations to the government on vocational education. Their recommendation led to the creation of polytechnics and other technical schools. രണ്ട് വ്യക്തികളാണ്. ആ രണ്ട് വ്യക്തികളുടെ പേര് പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് അവർക്കുള്ള പ്രാധാന്യം, അതൊക്കെ ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി അവരുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ആബഡ് ആൻഡ് വുഡ്സ്, ABBOD, ആബഡ് ആൻഡ് വുഡ്സ്, WOODS, രണ്ടുപേര് കേട്ടോ. ഓക്കെ, അടുത്തതാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് ഞാൻ പേര് പറയാം, ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വായിച്ചിട്ടുണ്ടാവും. വുഡ്സ് ഡെസ്പാച്ച് കേട്ടിട്ടുണ്ടോ? വുഡ്സ് ഡെസ്പാച്ച് എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ഒരു എഡ്യൂക്കേഷണൽ എന്താ പറയാ റിപ്പോർട്ട്, നമുക്ക് ഒരു വിദ്യാഭ്യാസ മാർഗരേഖ എന്ന് പറയാൻ പറ്റും നമുക്ക്, അല്ലെ? ബ്രിട്ടീഷുകാരുള്ള സമയത്ത് എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മാർഗരേഖ, അതിനെയാണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. 1854 വുഡ്സ് ഡെസ്പാച്ച് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. 1854, അതിന്റെ ഇയർ 1854. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോ ഈ വുഡ്സ് ഡെസ്പാച്ചിന് ശേഷമാണ് ഇന്ത്യയില് സ്കൂൾ പരിശോധനകൾ, അതായത് സ്കൂൾ ഇൻസ്പെക്ഷൻസ് ഒഫീഷ്യലായി തീർന്നത്. അതായത് ഇതിനു മുമ്പ്, അതായത് ഞാനിപ്പം പറഞ്ഞല്ലോ ആബഡ് ആൻഡ് വുഡ്സ്, അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് എന്താ പറയാ, കൂടുതലായിട്ടും ഇത് ഒബ്സർവ് ചെയ്യാനും അതിനെക്കുറിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല ഇൻസ്പെക്ഷനെ കുറിച്ച്. പക്ഷെ വുഡ്സ് ഡെസ്പാച്ചിന് ശേഷം സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് മാറി, അല്ലെങ്കിൽ ഔപചാരികമായിട്ട് മാറി. പ്രധാനമായിട്ടും സ്കൂൾ ഇൻസ്പെക്ഷൻ നടത്തേണ്ട ആവശ്യകത ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു. സർക്കാരിന്റെ അംഗീകാരത്തിന്, അതായത് ഒരു അതോറിറ്റിയുടെ അംഗീകാരത്തിനും അതുപോലെ ഗ്രാന്റുകളൊക്കെ കിട്ടുന്നതിനും, സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാന്റുകളൊക്കെ കിട്ടുന്നതിനും വേണ്ടിയിട്ട് സ്കൂൾ ഇൻസ്പെക്ഷൻ നിർബന്ധമായിട്ടും വേണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പൊ എന്തിനു ശേഷമാണ് ഇത് തീരുമാനിച്ചേ? വുഡ്സ് ഡെസ്പാച്ചിന് ശേഷം, 1854 വുഡ്സ് ഡെസ്പാച്ചിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് ഉണ്ടായത്. ഒഫീഷ്യലായി മാറിയത് ഈ ഒരു കാര്യത്തിന് ശേഷം. അത് ഓർത്തിരിക്കുക. ഇനി ഇതിനകത്ത് നമ്മൾക്ക് എന്താ പറയാ, വുഡ്സ് ഡെസ്പാച്ചിനെ കുറിച്ച് എന്താ പറയാ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുക അതിനെ കുറിച്ച്.
കാരണം നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ പഠിക്കുന്ന ഒരു എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. പിന്നെ ഒരു നോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ നമുക്കത് സമയമില്ല എഴുതാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പറ്റുവാണെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നത് വരെ നോട്ട് എഴുതാം, തീർന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എഴുതാം. ഓക്കെ ആണോ? പറഞ്ഞോട്ടെ, ഗുഡ്സ് ഡിസ്പാച്ച് പറഞ്ഞോട്ടെ. Yes, ma'am. ഗുഡ്സ് ഡിസ്പാച്ച് എന്ന് ഹെഡിങ് കൊടുക്കുക. ഗുഡ്സ് ഡിസ്പാച്ച് WOOD ഒരു ഹൈഫൺ മുകളിലൊരു അപ്പോസ്ട്രഫി ഇട്ടിട്ട് എസ് എഴുതുക. ഡിസ്പാച്ച് DESPATCH. Goods dispatch was a formal lecture. Sent by Sir Charles Wood. ആരാണ് സെൻഡ് ചെയ്തത്? ചാൾസ് വുഡ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ചാൾസ് വുഡ് ആണ് ഗുഡ്സ് ഡിസ്പാച്ച് എഴുതി തയ്യാറാക്കിയത് അദ്ദേഹമാണ്, ചാൾസ് വുഡ്. ഓക്കെ, അത് തന്നെ, ചാൾസ് വുഡ്. ടു ലോർഡ് ഡൽഹൌസി. ആർക്കാണത് സബ്മിറ്റ് ചെയ്തത്? ഡൽഹൌസി പ്രഭുവിനാണ് സബ്മിറ്റ് ചെയ്തത് കേട്ടോ. ടു ലോർഡ് ഡൽഹൌസി. മാം സ്പെല്ലിംഗ് എന്ന് പറയാം. ഡൽഹൌസിന്റെ സ്പെല്ലിംഗ് ആണോ? എന്തിന്റെ സ്പെല്ലിംഗ് മോളെ? ചാൾസ് വുഡ് ആണോ? അല്ലല്ല, ഡൽഹൌസി. DELHOUSI. ഡൽഹൌസി. In 1854, Wood's dispatch was a formal letter sent by Sir Charles Wood to Lord Dalhousie in 1854. ഇതിനകത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. എന്താണ് ഇതിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. It recommended educational reforms in India. It recommended educational reforms in India. It recommended educational reforms in India. ഒരു കോമ ഇട്ടിട്ട് എഴുതാ. including the use of English and vernacular languages. English and vernacular. Vernacular means എന്താണ്? നാട്ടുഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ. ഓക്കെ, English and vernacular languages in schools. മാം ഒരിക്കൽ കൂടി പറയാമോ? പറയാം. It recommended educational reforms in India. It recommended educational reforms in India, comma, including the use of English and vernacular languages in schools. Vernacular languages in schools. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്താണ്? അതായത് സ്കൂളുകളിൽ, ഇന്ത്യയിലെ സ്കൂളുകളിൽ എന്താണ് ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയ്ക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് ഗുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്ന മാർഗരേഖ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് കുറച്ചും കൂടി ഉണ്ട് ഇതിനകത്ത്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. കുറച്ചും കൂടി പോയിന്റ് ബാക്കിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ. Thank you, ma'am. താങ്ക് യു. വായിച്ചു നോക്കാട്ടോ നന്നായിട്ട്. താങ്ക് യു മാം. Thank you, ma'am. Thank you. Good night.
താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം.